കോഴിക്കോട് നിപ്പ ബാധിച്ചയാളുടെ നില അതീവ ഗുരുതരം. പ്രതിരോധ മരുന്നായ റെഡിൻസിവർ നൽകി തുടങ്ങി. രോഗിയുമായി സമ്പർക്കം പുലർത്തിയ എല്ലാവരുടെയും ഫലം നെഗറ്റീവാണ് എന്നതാണ് ആശ്വാസം. നിപ്പ രോഗബാധിതനായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 43-കാരൻ്റെ നില ഇപ്പോഴും അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു എന്നാണ് ആരോഗ്യവകുപ്പിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. അദ്ദേഹത്തിന് ഡൽഹിയിൽ നിന്നും ബഹറിൽ നിന്നും എത്തിയ ശേഷം ഡൽഹിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് കൊണ്ടുവന്ന റെംഡെസിവിറിൻ്റെ 2 ഡോസുകൾ നൽകിയിട്ടുണ്ട്. 48 മണിക്കൂറുകൾ സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷമാവും തുടർ മരുന്നുകൾ നൽകുന്നതിൽ ഒരു തീരുമാനമെടുക്കൂ എന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ആരോഗ്യനില അങ്ങേയറ്റം ഗുരുതരമായി തുടരുമ്പോഴും കൃത്യമായ ഒരു നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2 നോഡൽ ഓഫീസർമാരുടെ നേതൃത്വത്തിലാണ് അദ്ദേഹത്തിനുള്ള ചികിത്സകൾ ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നത്. രോഗിയുമായി അടുത്ത ബന്ധം പുലർത്തിയ ആളുകളുടേതടക്കമുള്ള സമ്പർക്ക പട്ടിക വിപുലീകരിച്ചു എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. കഴിഞ്ഞ ദിവസം ഏതാണ്ട് 80-ലധികം ആളുകളുടെ പട്ടികയാണ് പ്രസിദ്ധീകരിച്ചെങ്കിൽ അത് 100-ന് മുകളിലേക്ക് മാറിയിരിക്കുന്നു എന്നാണ് ഏറ്റവും ശ്രദ്ധേയം. ഒപ്പം അദ്ദേഹവുമായി അടുത്ത സമ്പർക്കം പുലർത്തിയ ബന്ധുക്കളടക്കമുള്ളവരുടെ സാമ്പിളുകൾ പരിശോധനാ ഫലം നെഗറ്റീവായി മാറിയിരുന്നു. ആദ്യഘട്ടത്തിന് പുറമെ 2ാം ഘട്ടത്തിലും ഇത്തരത്തിലെ പരിശോധനകൾ നടത്തിയപ്പോഴും സാമ്പിൾ ഫലങ്ങൾ നെഗറ്റീവാണ്. ഈ രോഗബാധിതനോട് ഇടപഴകിയ ആളുകളെ കൃത്യമായ നിരീക്ഷണം നടത്തുന്നതിനുള്ള നടപടിക്രമങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഒപ്പം പ്രാദേശിക തലത്തിൽ ഇത് സംബന്ധിച്ച ആരോഗ്യ വകുപ്പിൻ്റെ സർവേ പുരോഗമിക്കുന്നു. കേന്ദ്ര സംഘം ഈ നിപ്പ വവ്വാൽ അല്ലെങ്കിൽ നിപ്പ വരാനിടയായ സാഹചര്യം വവ്വാലുകളിൽ നിന്നും മറ്റുമാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇക്കാര്യത്തെക്കുറിച്ചുള്ള വിശദമായ പഠനങ്ങൾ നടത്തി സർക്കാരിന് റിപ്പോർട്ടും നൽകാനുള്ള തയ്യാറെടുപ്പിലാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.